പ്രധാനമന്ത്രിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പരിഹസിച്ച വീഡിയോ പ്രചരിച്ചതിൽ എക്സിനെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് പോലീസ് നടപടി. വീഡിയോ നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, എക്സിൽ വന്നിരിക്കുന്ന പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിഹസിച്ചുള്ള വീഡിയോ, അതിന്റെ സ്വഭാവം എന്തായിരുന്നു? ഇപ്പോൾ എക്സിനെതിരെ കേസെടുത്തിരിക്കുന്നു, എന്നിട്ടും ആ വീഡിയോ നീക്കം ചെയ്തിട്ടില്ല എന്ന വിവരം ലഭിക്കുകയാണല്ലോ. ഹരി, എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, എക്സിലെ ഒരു അക്കൗണ്ട് ലക്ഷ്മി എൻ രാജു എന്ന് പറയുന്ന ഒരു എക്സ് അക്കൗണ്ടിലാണ് ഈ വീഡിയോ ആദ്യമായിട്ട് വരുന്നത്. അതൊരു വീഡിയോ ആയിരുന്നു. പ്രധാനമന്ത്രിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റു പലരെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ ആണെന്നുള്ള ഒരു പരാതി അടക്കം ആ സമയത്ത് പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസാണ് ഇവർക്കൊരു നോട്ടീസ്, അതായത് എക്സിന് ഒരു നോട്ടീസ് അയക്കുന്നത്. അതായത് ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ എക്സിന് ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള വീഡിയോ നീക്കം ചെയ്യാൻ സാധിക്കും. അതിന് ഈ അക്കൗണ്ട് ഉടമയുടെ അനുമതിയുടെ അടക്കം ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിട്ട്, പോലീസിന്റെ നോട്ടീസ് ലഭിച്ചിട്ട് പോലും, അല്ലെങ്കിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ട് പോലും എക്സ് ഈ വീഡിയോ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഇപ്പോൾ സൈബർ പോലീസ് ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IT ആക്ടിലെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എക്സിനെ കൂടാതെ ലക്ഷ്മി എൻ രാജു അടക്കമുള്ള ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ടുകൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് കൂടുതൽ അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ കൂടുതൽ സാമൂഹ്യ മാധ്യമ പേജുകളിലൊന്നും തന്നെ ഇത് പ്രചരിക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ എക്സിന് ഇത് സംബന്ധിച്ച കൂടുതൽ, അതായത് വീണ്ടും ഒരു നോട്ടീസ് കൂടി അയക്കും. ഇതിൽ ഈ വീഡിയോ റിമൂവ് ചെയ്യാത്തതിൽ ഔദ്യോഗിക വിശദീകരണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എക്സിന് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും എക്സിനെതിരെ കേസെടുക്കുക എന്നുള്ളത് അപൂർവം ചില നടപടികളിൽ ഒന്നാണ്. അതും വീഡിയോ നീക്കം ചെയ്തില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളെ കൂടാതെയാണ് ഈ പ്ലാറ്റ്ഫോമിനെതിരെ അടക്കം കൂടി ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അടക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ അടക്കം ഇത്തരത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളടക്കം വരുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെതിരെ എല്ലാം നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് നേരത്തെ ഇതിൽ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സിറ്റി സൈബർ പോലീസ് ഇതിന്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ലക്ഷ്മി എൻ രാജു എന്ന് പറയുന്ന അക്കൗണ്ട് ഉടമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. സ്മൃതി, ശരി. BJP സീൽ വിവാദത്തിൽ പോലീസ് സൈബർ വിഭാഗം വിശദീകരണം നൽകി. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടില്ല എന്നും മെറ്റയ്ക്കും എക്സിനും മാത്രം നോട്ടീസ് നൽകിയെന്നുമാണ് വിശദീകരണം. വ്യക്തികൾക്ക് നോട്ടീസ് അയച്ചിട്ടില്ല. പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ വ്യക്തികൾക്ക് നോട്ടീസ് നൽകിയെന്നായിരുന്നു നേരത്തെ പ്രചരിച്ചത്. ഹരിമോഹൻ തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളും. ഹരി, എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് സൈബർ വിഭാഗം നൽകിയ വിശദീകരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സ്മൃതി, നമുക്ക് നേരത്തെ മനസ്സിലായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സർക്കുലറിൽ BJPയുടെ സീൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രചരിപ്പിച്ചിട്ടുള്ള 270 എക്സ് ഹാൻഡിലുകൾ, അതുപോലെ 200-ലധികം ഫേസ്ബുക്ക് പേജുകൾ, 90 ഇൻസ്റ്റഗ്രാം ഐഡികൾ എന്നിവർക്ക് കേരള പോലീസ് നോട്ടീസ് അയച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ചില വിവരങ്ങൾ. പക്ഷെ അങ്ങനെ ഔദ്യോഗികമായി തങ്ങൾ ഒരു നോട്ടീസും അയച്ചിട്ടില്ല. നോട്ടീസ് അയച്ചിട്ടുള്ളത് മെറ്റയ്ക്കും എക്സിനും മാത്രമാണ്, അതായത് അതാത് പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമാണ് എന്നുള്ള വിശദീകരണമാണ് വരുന്നത്. വ്യക്തികൾക്ക് നോട്ടീസ് ിന്റെ ആവശ്യമില്ല. അത് വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഏതാണോ അവയ്ക്ക് നോട്ടീസ് അയക്കും. എന്നിട്ട് അവ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യം ഈ പ്ലാറ്റ്ഫോമുകളോട് മുന്നിൽ വെക്കും. അതാണ് സാധാരണ രീതിയിൽ പോലീസിന്റെ നടപടി. അതല്ലാതെ ഈ വ്യക്തികൾക്ക് നോട്ടീസ് ഇതേവരെ അയച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. UP-യിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആദ്യമായിട്ട് ഈ നോട്ടീസ് തനിക്ക് ലഭിച്ചു, കേരള പോലീസിന് നോട്ടീസ് ലഭിച്ചു എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി തന്റെ ഔദ്യോഗിക പേജിൽ ഇത് പോസ്റ്റ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു നോട്ടീസ് തങ്ങൾ അയച്ചിട്ടേ ഇല്ല എന്നാണ് കേരള പോലീസ് പറയുന്നത്. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി ലഭിച്ചതിന് ശേഷമുള്ള ചില നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ചില വ്യക്തികളോട് ഇത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് അടക്കം ഇന്നലെ DGP ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്നിപ്പോൾ ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്.